ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കാതൽ ദ കോർ റിലീസായി 27 ദിനങ്ങൾ പിന്നിടുന്നു. ഇന്ന് ഡിസംബർ 19 തീയതി നോക്കുമ്പോഴും സിനിമയ്ക്ക് ഇതുവരെയുള്ള സമയങ്ങളിൽ 46 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഇന്നും ഹൗസ്ഫുൾ ഷോസ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ആവറേജ് ഒരു 8 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമ കളക്ട് ചെയ്യുന്നത് ഓരോ ദിവസവും. അതായത് 27-ാം ദിവസം ഓടുന്ന ഈ ഒരു സിനിമ ഇന്നലത്തേനേക്കാളും കളക്ഷൻ കൂടുന്നു ഇന്ന് എന്നുള്ളൊരു വാർത്ത കൂടെ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഈ ഒരു സിനിമ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി കേരള കളക്ഷൻ 7,25 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് കേരള കളക്ഷൻ 11,85 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് വരുന്ന 2 ദിവസങ്ങൾ കൊണ്ട് ഈ സിനിമ 12 കോടി കേരള കളക്ഷനിലേക്ക് എത്തും എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 17 കോടി കവർ ചെയ്തിരിക്കുകയാണ്. അതായത് വരുന്ന ആഴ്ച സിനിമ 18 കോടിക്ക് മുകളിലേക്ക് പോകും. ഒരു പക്ഷേ ഡിസംബർ അവസാന വാരം വരെയാണ് സിനിമ ഓടുന്നതെങ്കിൽ തീർച്ചയായും 20 കോടിയിലേക്ക് എത്തും. അങ്ങനെ 20 കോടിയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റ് എന്ന് തന്നെ ഈ സിനിമയെ വിശേഷിപ്പിക്കേണ്ടി വരും. വേറൊന്നുമല്ല, ഒരു ഓഫ് ബീറ്റ് സിനിമ വന്നിട്ട് പ്രത്യേകിച്ച് സാധാരണ ലെവലിലുള്ള ഒരു സിനിമയ്ക്ക് കിട്ടുന്നത് പോലെയല്ല, വ്യത്യസ്തമായിരുന്നു. കാരണം ഇതിൻ്റെ സബ്ജക്റ്റ് തന്നെ ഒരുപക്ഷെ ആദ്യ ഷോയിൽ തന്നെ വേണമെങ്കിൽ തള്ളിപ്പോകാവുന്ന ഒരു സിനിമ എത്ര മികച്ചതാണെങ്കിലും ആ ഒരു പേടി എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് അണിയറ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഈ സിനിമയുടെ കോൺഫിഡൻസ് കാണിച്ചത് സിനിമ തിയേറ്ററിൽ ഓടുമോ എന്നുള്ളത് ഒരാൾ കണ്ടാൽ മതി, അവരുടെ സിനിമ ഇറങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും. എന്തായാലും ആ ഒരു ധൈര്യം അവർ ആരോടും പറഞ്ഞില്ല. സിനിമ വന്ന് കാണണമെന്നോ അല്ലെങ്കിൽ അഭിപ്രായം പറയരുതെന്നോ അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതല്ലെങ്കിൽ എന്ത് വേണേലും പറയാം, ആ റേഞ്ചിൽ തന്നെയാണ് അവരെല്ലാം നിന്നിരുന്നത്. കൊള്ളില്ലെങ്കിൽ നിങ്ങൾ കൊള്ളില്ല എന്ന് പറഞ്ഞു, നല്ലതാണെങ്കിൽ നല്ല എന്ന് പറഞ്ഞു. അല്ലാതെ ആരോടും ബൂസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇന്നില്ല. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്യായ സിനിമ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അവാർഡ് പടം പ്രതീക്ഷിച്ചു പോയവർ നെഞ്ചത്ത് കൈയും വെച്ച് നിലവിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അത് എതിരാളികൾ പോലും കൈയടിച്ചു ഈ ഒരു സിനിമ കണ്ടപ്പോൾ. അത് തന്നെയാണ് കാതൽ ദ കോർ 2023 ഏറ്റവും മികച്ച സിനിമയായി മാറാനും കാരണം അത് തന്നെയാണ്. കട്ട മമ്മൂട്ടി എതിരാളികൾ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച സിനിമയാണ് ഈ ഒരു സിനിമ. എന്തൊരു പെർഫോമൻസ്! അത് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞത്. ഈ 73-ാം വയസ്സിന് മമ്മൂട്ടി ഇത്രത്തോളം സിനിമയോട് ചേർന്ന് നിൽക്കുന്നു, സിനിമ മാത്രമായി നിൽക്കുന്നു, അത് എല്ലാവരും അംഗീകരിക്കുന്നു കാര്യമാണ്. എന്തായാലും ജിയോ ബേബി ഈ ഒരു സിനിമ ചെയ്ത് ആ ഒരു ധൈര്യവും കാണിച്ചു. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, സിനിമകൾ അധികം ഓടിയിട്ടില്ല, പലതും തിയേറ്ററുകൾ അധികം ഓടാറില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം പോലും ഞെട്ടുന്ന ഒരു കാര്യം കണ്ടു. ഇത് വമ്പൻ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. ഒരു വലിയ ലെവലിലുള്ള ഒരു ഹിറ്റായി മാറി. വെറും 3.5 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഇപ്പോൾ കേരളത്തിൽ നിന്ന് 12 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 17 കോടിയിലേക്കും എത്തുന്നു എന്നുള്ളത്. ഒരുപക്ഷെ 1 കോടി തികയ്ക്കുമോ എന്നുള്ള ചിന്തയിലുണ്ടായിരുന്ന ഈ ഒരു സിനിമ ആദ്യം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററുകാർക്കും വേണ്ട, OTTക്കാർക്കും വേണ്ട എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത സിനിമയായിരുന്നു. ഇന്ന് OTT നേടിയത് റെക്കോർഡ് തുകയ്ക്കാണ്. അതായത് സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിലാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇറങ്ങുന്ന മലയാള സിനിമയ്ക്കും സലാർ അടക്കമുള്ള സിനിമകൾക്ക് പോലും ഏറ്റവും വലിയ ഭീഷണി കാതൽ ദ കോർ തന്നെയാണ്. ക്രിസ്തുമസ് സീസണിൽ കൂടെ ഈ സിനിമ ഓടുകയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന സിനിമകൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ OTT ഡേറ്റ് അതിന് മുമ്പ് വരികയാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ മാറ്റും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഒന്ന് നമുക്ക് പറയാം, സിനിമ ഈ ഡിസംബർ 25 വരെ ഉണ്ടെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ശക്തനായ എതിരാളി തന്നെയായിരിക്കും. അവർക്ക് പേടിച്ചേ മതിയാകൂ ഈ സിനിമ എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.